സ്തുതി. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോള് BSc നേഴ്സിങ്ങിന് ബാംഗ്ലൂർ പോയി. ആദ്യത്തെ വർഷം പരീക്ഷ എഴുതി, 2 വിഷയം കിട്ടി, ബാക്കി ഫെയിലായിപ്പോയി. പിന്നെ സപ്ലി എഴുതി, അന്നോട്ടും കിട്ടിയില്ല. രണ്ടാമത്തെ വർഷം വീണ്ടും പരീക്ഷ എഴുതി, ഈ സപ്ലി എഴുതി, വീണ്ടും 1 വിഷയം മാത്രം കിട്ടി, ബാക്കിയെല്ലാം പിന്നെയും പോയി. പിന്നെ ഞാനിവിടെ വന്നു, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, പ്രശാന്ത് അച്ഛനെ അവിടെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു ബ്രദറിൻ്റെ അടുത്ത് അവളെ കൗൺസിലിങ്ങിന് വിട്ടു. പത്രോസ് ബ്രദർ എന്നാ ബ്രദറിൻ്റെ പേര്. ബ്രദർ പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാം, നീ ധൈര്യമായിട്ട് പൊക്കോ, പരീക്ഷ എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഒരു സപ്ലൈ വന്നപ്പോൾ അവൾ 5 വിഷയം എഴുതി, ആ 5 വിഷയവും കിട്ടി. വീണ്ടും 2 വിഷയം കിട്ടാനുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബറിൽ അവൾ 3rd ഇയറിൻ്റെ പരീക്ഷ എഴുതി, 4 വിഷയം, ഈ സപ്ലി 2 വിഷയം ഉണ്ടായിരുന്നു, അതും എഴുതി. അതെല്ലാം നല്ല ഉന്നതമായ മാർക്ക് നൽകി അവളെ ഈശോ വിജയിപ്പിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവാക്യം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. ഈ ജിജി എന്ന സഹോദരി ഏകദേശം 2-3 മാസങ്ങൾക്ക് മുമ്പ് സാക്ഷ്യം പറയുവാനായിട്ട് പേര് തരികയും സാക്ഷ്യം എഴുതി തരുകയും ചെയ്തു. സാക്ഷ്യ സമയത്ത് ഈ സഹോദരി ആവേ മരിയ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയായിരുന്നു. ഞാനാണ് ഈ സഹോദരിക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞത്. ഇവരുടെ മകൾക്ക് BSc നഴ്സിംഗ് പരീക്ഷ പൂർത്തിയാക്കാനും പറ്റുന്നില്ല, തിരിച്ചു വരാനും പറ്റുന്നില്ല. ആകെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സമയം. അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛൻ്റെ മുമ്പിൽ ഈ സങ്കടം ഉണർത്തിക്കുകയും ചെയ്തപ്പോൾ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഇവർ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്തായാലും എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകി കർത്താവ് ആ കൊച്ചുമകളെ അനുഗ്രഹിച്ചിരിക്കുന്നു. തുടർന്നും അടുത്ത വർഷത്തെ 2 പരീക്ഷകളുണ്ട്, 2 സെമ്മുണ്ട്. ആ പരീക്ഷകളിലും മാതാവ് ഇടപെടാനായിട്ട് നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയും ഈ വലിയ അനുഗ്രഹം ഈ കുടുംബത്തിന് നൽകിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണെന്ന് പൂർണ്ണമായി നാം വിശ്വസിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം.